മാള ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ വർഷം നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് താക്കോൽദാനം നിർവഹിച്ചു. ഇവിടെ ഈ ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറുകയാണ്. ഈ അടച്ചുറപ്പുള്ളൊരു വീട് നമ്മളെല്ലാവരും വലിയ ആഗ്രഹങ്ങളാണ്. നേരത്തെ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻസിൽ പറഞ്ഞു, വളരെ ചെറിയ ഒരു വീടുണ്ടായിരുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയെ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇതിന് പ്രയാസങ്ങൾ, അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മാള ലയൺസ് ക്ലബ്ബ് 4 വീടുകൾ വെച്ച് കൊടുക്കുന്നതിൽ ഒന്നായി ഈ വീടിനെ പരിഗണിക്കുകയും ഇത് വീടിൻ്റെ പരിപൂർണമായ എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടാണ് ഈ ഭവനം കൈമാറുന്നത്. അപ്പോൾ ഭവനം വെച്ച് കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. നമ്മളൊരു കുടുംബത്തെ സുരക്ഷിതമാക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ കാലത്ത് എല്ലാവരും വലിയ പ്രയാസത്തിലാണ്. വലിയ രീതിയിൽ ലോൺ എടുത്ത് വീട് വെക്കുകയും ജീവിതകാലം മുഴുവൻ ആ ലോൺ അടയ്ക്കാൻ വേണ്ടി പിന്നെ പണിയെടുക്കുകയും അതിനിടയിൽ എപ്പോഴെങ്കിലും സാധിക്കാതെ പോയി ലോൺ കൂടി ശരിയായി കൊടുക്കും ആ ലോണിൻ്റെ പേരിൽ മാത്രം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരികയും ചെയ്യുന്ന ജപ്തിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ കത്തുകളും നിവേദനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എടുത്തു വരുന്നുണ്ട്. സർക്കാരിന് അത് കുറേ കാലത്തേക്ക് ജപ്തി നിർത്തിലാക്കി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ നിർത്തിലാക്കി വെച്ചാൽ വീടുകളൊന്നും തന്നെ അല്ലെങ്കിൽ ബാങ്കുകളൊന്നും തന്നെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ടൊപ്പം ചെറിയ ചെറിയ സ്കീമുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ജനങ്ങളുടെ കയ്യിൽ പണമില്ലാത്തതിൻ്റെ വലിയ പ്രയാസമുണ്ട്. ആ പ്രയാസമൊക്കെ അനുഭവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിൽ ഒരാളെ സംരക്ഷിക്കാനും സഹായിക്കാനും സാധിക്കുന്ന ഒരു പ്രവർത്തനത്തിനാണ് അവിടെ തുടർന്ന് കുറിച്ചിട്ടുള്ളത്. ഈ പ്രവർത്തനത്തിന് എല്ലാവരും ആശംസകൾ നൽകുകയാണ്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സെലിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ധന്യ ദേവദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗം സൗമ്യ ജോജി, എ രാമകൃഷ്ണൻ, പി കെ ജോസ്, ജോളി വടക്കൻ, സാലി പീറ്റർ എന്നിവർ സംസാരിച്ചു. മലയാംകുന്ന് സ്വദേശി പ്രദീപിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്.